നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. मुझे रामचंद्रन साहब को मिलना है. रामेंद्र साहब को मिलना? आपको अपॉइंटमेंट है क्या? അവന്റെ അപ്പന്റെ ഓയിൽമെന്റ്. क्या बोला? कुछ नहीं बोला. मुझे मिलना ससुरी. അവര് തമ്മിൽ എന്തോ തർക്കമാണല്ലോ. കൃത്യമായിട്ട് ജോലി ചെയ്യാത്തതിന് ചിലപ്പോ വഴക്ക് പറയായിരിക്കും അമ്മ. ഓ, നമ്മളോട് മോശമായിട്ട് പെരുമാറിയനായിരിക്കും. കണ്ടില്ലേ, രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറിന് നേരെയൊക്കെ നോക്കുന്നുണ്ട്. അത് ശരിയാ. नहीं नहीं नहीं, तू यहाँ रुकने को कोई फायदा नहीं. तू जा, यहाँ से निकल जा. എന്റെ ശിവനെ, ഞാൻ ഹിന്ദി പ്രാന്തനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആ മാരണങ്ങളാണെങ്കിൽ പോകുന്നില്ല. चमन भाई. जी साहब. वो प्लम्बर अभी तक आया नहीं है. വീട്ടിൽ ഒരു തുള്ളി വെള്ളമില്ല. जी साहब, अभी तक आया नहीं साहब. मैं एक बार फिर फोन करवाता हूँ साहब. तू जा. അല്ല, मुझे बेहद काम बाकी है. जा जा. പ്ലംബർ പ്ലംബർ भाई साहब. प्लम्बर. प्लम्बर? हाँ. कहाँ? यहाँ मैं प्लम्बर हूँ. मगर ये कपड़ा कपड़ा पार्ट टाइम प्लम्बर, पार्ट टाइम स्टेज आर्टिस्ट. ओ ऐसा है. हाँ. पहले क्यों नहीं बोला? आप आइए 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 आइए. चल. അയ്യോ രക്ഷോട്ട്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായല്ലോ. വിശ്വാസമായി. മുസ്തഫ, വണ്ടി എടുത്തോ. പ്ലംബർ. പ്ലംബറാ? ആടാ പ്ലംബർ. പറയുമ്പോൾ ഞാനല്ല പ്ലംബർ. ആയേ. ഓ, ജൽദി. കേട്ടം കുറച്ച് കൂടുതലാണല്ലേ ഇവിടെ. ഈ അമ്മയ്ക്ക് അല്ലേലും എപ്പോഴും എല്ലാവരെയും സംശയ. സംശയം മാറ്റിയത് എന്തായാലും നന്നായില്ലേ? എനിക്കറിയായിരുന്നു എന്റെ ജഗദീപേട്ടൻ നുണയനൊന്നും അല്ലാന്ന്. ജഗദീപ് ഏട്ടനോ? ഞാനതങ്ങോട്ട് മനസ്സിലുറപ്പിച്ചമ്മേ. നന്നായി. ഇപ്പോഴാ നീ സരളയുടെ മോളായത്. ഇങ്ങനെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരായിരിക്കണം പെണ്ണുങ്ങള്. നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങുന്നത് ജഗദീപ് കുമാർ തന്നെയാ മോളെ. ഇത് എവിടെ പിടിച്ച് പിരിക്കാൻ ഇവിടെ ഇവിടെ അയ്യോ ഇവിടെ പൊത്തിട്ട് നിൽക്കും. ജാമാണ് ഇത്. ഞാനിപ്പോ എന്തിനു ചെയ്യാൻ? എന്തെങ്കിലും ചെയ്യാം. ഇവിടെ നല്ല എങ്ങനെ തിരിച്ചാലും വെള്ളം നിൽക്കുന്നില്ല ഇതിനകത്ത്. പ്ലംബർ. क्या? तू प्लम्बर है? मैं प्लम्बर हूँ. तो ये कौन है? इधर പ്ലംബറാ? നീ പ്ലംബർ ആണെങ്കിൽ എവൻ ആരാണ്? നീ പ്ലംബർ ആണെങ്കിൽ എവൻ ആരാണെന്ന് ഇതല്ലേ ഇപ്പൊ പറഞ്ഞുതരാമേ. പക്കടോ പക്കടോ. ജഗദീപേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല ഒന്നാം തരം തറവാടിയും ധൈര്യശാലിയാണെന്ന്. എന്നെ വെറുതെ ഓടിക്കരുത്. അല്ല ഭാമേ, നല്ല പ്രയാസമുണ്ടോ? സാരമില്ല രാഘവേട്ട. ഞാൻ പങ്കത്തിന് വിളിക്കട്ടെ? വേണ്ട, അവൾ ഉറങ്ങിക്കാണും. ശല്യപ്പെടുത്തണ്ട.
മോളെ പങ്കജം, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ രാഘവേട്ട, എനിക്കിപ്പോ തോന്നുന്നതേ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവൾക്കാണെന്ന്. മറ്റുള്ളവർക്കെല്ലാം ഓരോരോ കാര്യലാഭമുണ്ട് എന്നെ കൊണ്ട്. ഇവൾക്കെന്താ നമ്മളോട് രക്തബന്ധമില്ല. ഈ വീടുമായിട്ട് അടുപ്പുണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താ. കൊടുക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്താ പോരെ, അതിനു പുറമെ എന്റെ ഓരോ കാര്യവും നോക്കി അതാത് സമയത്ത് ചെയ്യും. അത് പറഞ്ഞപ്പോഴാ, നിനക്ക് ഈ മാസത്തെ ശമ്പളം. നീയോ? നിന്നോട് ആര് പറഞ്ഞു എന്റെ കാല് തടവാൻ? സത്യമേ, ഞാനത് പങ്കുചോണെന്നല്ലേ ഞാൻ കരുതിയത്. ഭാമേ, ഇവള് കാല് കളയെന്ന് വെച്ചാ എന്താ? നമ്മളുടെ മകളുടെ സ്ഥാനമല്ലേ അവൾക്ക്? ഈ കാല് തടവൽ ആത്മാർത്ഥമായിട്ടാണെന്നാണോ രാഘവേട്ടൻ കരുതിയിരിക്കുന്നത്? ഭാമേ, ദേ, കാല് തടവിട്ടും ചെരുപ്പ് തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിരിക്കണം. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ, ഒരേ ഒരാഴ്ച മാത്രം നിനക്ക് സമയം തരാം. അതിനൊരു മാറ്റമില്ല. സത്യമേ, അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. കടക്കടി പുറത്ത്. ഭാമേ, സത്യമേ, ഞാൻ നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. ഭാമേ, അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള്. ഇത് തന്നെയാ രാഘവേട്ട പറഞ്ഞത്, ഒരു കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ചെയ്യുന്നതിന്റെയൊക്കെ അർത്ഥം പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.